സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ അല്ലാഹു അയച്ചത്. മുഹമ്മദ് മുസ്തഫ ഈ നബുവത്ത് സൽസ്വഭാവത്തിന് നബുവത്ത. മനസ്സിലായില്ലേ പറഞ്ഞു? ولم يدانوه في علم ولا كرم مولاي صل وسلم. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യം വിശ്വസിക്കാനുള്ള കാരണം അതാണ്. എന്തുകൊണ്ട്? സൽസ്വഭാവം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൽസ്വഭാവം, നിറഞ്ഞ സൽസ്വഭാവം മുസ്തഫ നബിക്കുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയൊക്കെ ഹബീബാ നബിയെ സമാധാനിപ്പിക്കേണ്ടതുണ്ടോ അവിടെ എല്ലാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുസ്തഫ നബിയെ സമാധാനിപ്പിച്ചതായി കാണുന്നുണ്ട്. ചിന്തിക്കണം. അതുകൊണ്ടാണ് കവി എന്ത് പറഞ്ഞത്? വാസ്ബഹതി മഹ്ദൽ ലിരിസാലതി ഹാളിനാ തലഖൈതിഹാ മിൻ മനാസലതി ഖറാ وأصبحت مهدا للرسالة حالنا تلقيتها من عين معنى سلت ഇഖ്റാ ഇറങ്ങിയ അന്ന് മുതൽ തന്നെയും റിസാലത്തിനെ പരിചരിച്ചുകൊണ്ടും അതിന് വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ടും താൻ തന്നെ അതിനെ മടിത്തട്ടാക്കിയ ആളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹാ. അന്തില്ലതി طمأنت طه بأنه تلقى من الله رسالة والإكرام وأنت التي أنغان ഒരാൾ ഭവതി അങ്ങൊരാളാണ്. طمأنت طه അങ്ങാണ് നബിയെ സമാധാനിപ്പിച്ചത്. بأنه تلقى من الله رسالة والإكرام അല്ലാഹുവിൽ നിന്ന് റിസാലത്തും സന്ദേശം കിട്ടിയപ്പോൾ മുസ്തഫ നബിയെ സന്തോഷിപ്പിച്ച ആരാണ് സമാധാനിപ്പിച്ചത്? അതിന്റെ ഓരോ ഘട്ടങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഒരു ഘട്ടം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു. ഇറങ്ങി വരികയാണ് മല ഇറങ്ങി വരികയാണ് ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ പറഞ്ഞു ഇന്നാരോ പേടിപ്പിച്ചു ഖദീജ. വെളുപ്പിന് വരികയാണ്. വെളുപ്പിന് സുബഹിയുടെ മുമ്പുള്ള 2 മണിക്കൂർ നേരാണ്. ആര്? അത് ആ സമയാണ് എല്ലാ രാത്രിയിലും അത്താഴ സമയം. മനസ്സിലായില്ല? ആ സമയമാണ് തഹജ്ജുദിന് അഫ്ളലായ സമയവും. ഏത് സമയം? മനസ്സിലായില്ല? മഹാനായ സയ്യിദുനാ ജിബ്രീൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ 1-ാമത്തെ ദിവസം ഇറാഖയിൽ ഇറങ്ങി വന്നില്ലേ? ആ നേരമാണ് ഏത് നേരം? തഹജ്ജുദ് നേരം. ആ നേരത്തെ ഖുർആൻ ഓതിയ വലിയ കൂലിയ, ആ നേരത്തെ ദിക്ർ ചൊല്ലിയ വലിയ കൂലിയ, ആ നേരത്തെ ഇസ്തിഗ്ഫാർ ചെയ്ത വലിയ കൂലിയ. ആ നേരം എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് ലൈലത്തുൽ ഖദറിനോട് പോലും കിടപിടിക്കുന്ന അത്ര ഒരു പ്രധാനപ്പെട്ട നേരാണ്. ലൈലത്തുൽ ഖദറിന്റെ ഖുസൂസിയത്തോടെല്ലെങ്കിലും ഇജാബത്തുണ്ട്. അത്രയും പ്രധാനപ്പെട്ട നേരാ. ആ നേരത്തെ ഇറങ്ങി വന്നു സയ്യിദുനാ ജിബ്രീൽ. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റാ റബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ ആയത്ത് ഓതി കൊടുത്തു, അത് പഠിപ്പിച്ചു. പിന്നെ ജിബ്രീൽ പിരിഞ്ഞുപോയി. മുസ്തഫ നബി ഓടി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വെളുപ്പിന് ഇങ്ങനെ മല ഇറങ്ങി ഓടി വരിക വീട്ടിലേക്ക്. ഹറമിന്റെ തൊട്ടടുത്താണ് വീട്. ആ ഹറമിന്റെ ഉള്ളില് കഅബാലയത്തിന്റെ ഏകദേശം അടുത്താണ്. അതിന്റെ രീതി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഏകദേശം അടുത്താണ്, കഅബാലയത്തിന്റെ ഏകദേശം അടുത്താണ് ആരുടെ വീട്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വീട്ടിലേക്ക് ഓടി വരികയാണ്. നബിയും ഖദീജ ബീവി പാർക്കുന്ന വീട് അങ്ങോട്ട് ഓടി വരികയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നെ ആരോ ഖദീജ പേടിപ്പിച്ചു എന്ന് പറയാ. അപ്പോ ഖദീജ ബീവിക്ക് അറിയാം ഒരു ദിവസം അല്ലാഹു തആല ഈ ആളെ തെരഞ്ഞെടുക്കും. അപ്പൊ അതിങ്ങനെ കാത്തിരിക്കുന്ന സമയ. അപ്പൊ വേഗം പിന്നെ പറയുന്ന മറുപടി എന്താ? വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. ഒന്നാമത്തെ സമാധാനിപ്പിക്കൽ. നിങ്ങൾക്ക് ഒന്നും പറ്റൂല, നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, നിങ്ങൾക്ക് ഒന്നും പറ്റൂല, ഒന്നും സംഭവിക്കും. അത് കവി പറഞ്ഞ നിങ്ങൾ وأصبحت مهدا للرسالة حالنا تلقيتها من حين ما نزلت اقرا وأنت التي طمأنت طه
പവതി അങ്ങാണ് മുസ്തഫ നബിയെ സമാധാനിപ്പിച്ചത്. തങ്ങളെ ഓടി വരും. ഒരു നിലക്ക് നോക്കിയാല് രണ്ടവസ്ഥയിലുണ്ട് ഖദീജ ബീവിക്ക്. രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന് ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കാം, ഒന്ന് ഉമ്മാന്റെ സ്ഥാനത്ത് നിൽക്കാം. ഈ രണ്ടും ആർക്കുണ്ട്? അത് സത്യ സൗജത്തൻ പോകുമെന്ന റസൂലുള്ളാഹിനേക്കാൾ എത്ര വയസ്സുണ്ട്? 5 വയസ്സില്. നിങ്ങൾ ചിന്തിക്ക്, ഒരാൾക്ക് പഴയ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന് കുട്ടി ഉണ്ടാവുന്ന പ്രായമാണല്ലോ എന്ത്. നിങ്ങൾ പറയും, നിങ്ങൾ ചിന്തിക്ക്. അപ്പൊ സൗജത്തൻ ഭാര്യയാണ്. അതേ സമയം കൊണ്ട് എന്ത് ചെയ്യും? ഉമ്മാന്റെ പരിചരണം കൊടുക്കും. അതുകൊണ്ടാണ് ഭാര്യമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് ഖദീജ ബിയുടെ ഷറഫിനേക്കാൾ ഷറഫ് കുറക്കാൻ നോക്കും റസൂലുള്ളാഹി സമ്മതിക്കാത്തത്. ഞാൻ പിന്നെ അതിന് ഉദാഹരണം കാണിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ആദ്യം തന്നെ മുസ്തഫ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് وأنت التي طمأنت طه بأنه تلقى من الله الرسالة والإكرام وأنت التي طمأنت طه പവതി അങ്ങാണ് പുണ്യ റസൂലിനെ സമാധാനിപ്പിച്ചത് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നിങ്ങളെ ഒരിക്കലും മോശിപ്പിക്കുകയില്ല. നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്നവനാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ഭാരത്തെ വഹിക്കുന്നവനാണ്. സത്യത്തിന് എവിടെയെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ അതേ തീർത്ത് സത്യത്തെ വിജയിപ്പിക്കുന്നവനാണ്. ആദ്യത്തെ സമാധാനിപ്പിക്കലാണ് ആരുടേത്? പറ, ആര്? പുണ്യ റസൂലിനെ സമാധാനിപ്പിച്ചത് ആദ്യമേ ദുനിയാവിൽ നിങ്ങളാണ്. അല്ലാഹ് ഈ മൗലിദ് ഞാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് വിതരണം ചെയ്യും. എല്ലാ വീടുകളിലും ഖദീജാവിന്റെ മൗലിദ് വന്നു. എന്തുകൊണ്ട്? ഖദീജ ബീവിയെ പ്രശംസിക്കുന്ന ഒരാളെ റസൂലുള്ളാഹി ഒരു വാക്ക് പറയുന്നുണ്ട്, ഇന്നി ഉഹിബ്ബു ഹബീബഹ, ഖദീജയെ സ്നേഹിക്കുന്നവരോട് എനിക്ക് സ്നേഹമാണ്. ഖദീജയെ സ്നേഹിക്കുന്നവരോട് എനിക്ക് സ്നേഹമാണ്. എന്റെ നാളെ വരെ ഖദീജയെ ഇഷ്ടപ്പെട്ടു അവരോട് എനിക്ക് ഇഷ്ടമാണ്. ഖദീജ ബീവിന്റെ വാതിലൂടെ കയറിയ റസൂൽ ഒഴിവാക്കും. ഖദീജ ബീവിന്റെ വാതിലൂടെ കയറുന്നവരോട് പിൽക്കാലഘട്ടത്തിൽ ഭാര്യമാര് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നബി ഇന്ന് കാര്യം നേടാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു പതിവ് ഖദീജ ബീവിയെ പറ്റി നല്ലത് ഇങ്ങനെ പറയും. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടം. സല്ലല്ലാഹു അലൈഹി വസല്ലം. وأنت التي طمأنت طه بأنه تلقى من الله الرسالة والإكرام. അല്ലാഹുവിൽ നിന്ന് ഈ സത്യസന്ദേശവും വഹിച്ചു വന്നപ്പോൾ പുണ്യ നബിയെ സമാധാനിപ്പിച്ച ആദ്യത്താളും അങ്ങല്ലേ. അവധി അങ്ങല്ലേ. വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറ് കീറുന്ന സംഭവം ഖദീജ ബീവിയുടെ വിവാഹകാലത്തുണ്ട്. പലവട്ടം വയറ് കീറിയിട്ട് ശുദ്ധീകരിച്ചിട്ടുണ്ട്. ആരെ? റസൂലുള്ളാഹി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഭവം കേട്ടോളി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ കൂടെ താമസിക്കുന്ന കാലത്ത് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ് കീറി ശുദ്ധീകരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ ഫി മനാബിഹി അന്ന സഖഫ ബൈതിഹി നുസിഅത മിൻഹു ഖശബ. വീട്ടിന്റെ മുകൾ ഭാഗത്തിൽ നിന്ന് എന്ത് ചെയ്തു? മുകൾ ഭാഗത്തെ നീക്കപ്പെട്ടു. ഉദ്ഖല ഫിഹാ സുല്ലമ മിൻ ഫില്ലത്തി. എന്നിട്ട് ഒരു വെള്ളിയുടെ കോണിങ്ങട്ട് ഇറക്കി വീട്ടിലേക്ക്. റസൂൽ അങ്ങനെ കാണാണ്. സുമ്മ നസല ഇലൈഹി റജുലാനി. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് രണ്ടാളുണ്ട് വന്നു. ആരുടെ കാലത്ത്? നബി ഭാര്യയാണ്. ആരുടെ? നബിയുടെ ഭാര്യയാണ്. ആര്? അവര് ദാമ്പത്യ ജീവിത കാലത്തിന്റെ ആ ഒരു സംഭവമാണ്. റസൂലുള്ളാഹി വീട്ടിൽ കിടക്കുന്ന നേരത്തെ എന്ത് ചെയ്യാണ്? വീട്ടിന്റെ മുകൾ ഭാഗത്ത് നീക്കിയിട്ട് ഒരു കോണി ഇങ്ങോട്ട് ഇറക്കി. എന്നിട്ട് അതിലൂടെ രണ്ടാളിങ്ങനെ
ഇറങ്ങി വന്നു. രണ്ടാളുണ്ട് ഇറങ്ങി വന്നു. റസൂലുള്ളാഹിക്ക് സഹായം തരണം, ആരോ എന്തോ ചെയ്യണമെന്ന് പറയണമെന്നുണ്ട്. ഇപ്പൊ മുഞ്ഞാൽ കലാമോ മുണ്ടാൻ വയ്യാതെ പറയണ മനസ്സിലാവണ്ടേ വന്നു. എന്നിട്ട് ഒരാൾ നേരെ അങ്ങോട്ട് വന്ന് പിന്നെ തൊട്ടടുത്ത് വന്നിരുന്നു, ഒരാൾ നേരെ അയാൾ അപ്പുറത്തോണ്ടിരുന്നു. ഒരാൾ റസൂലുള്ളാഹിന്റെ ഉള്ളിലേക്ക് കൈയാണ് കയറ്റി. രണ്ട് വാരിലിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കൈ അങ്ങോട്ട് ഉള്ളിൽ ഇട്ടിട്ട് റസൂലുള്ളാഹിന്റെ കരളിന്റെ ഉള്ളിലേക്ക് കൈ അങ്ങോട്ട് കയറ്റി അയാൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജിദ് ബർദഹ, തണുപ്പ് ഇങ്ങനെ നബി അനുഭവിക്കുന്നുണ്ട്, കയ്യിന്റെ തണുപ്പ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അതൊക്കെ അമ്പിയാക്കന്മാരുടെ സ്വഭാവമാണ്. ലോകത്തെ ഈ ശുദ്ധീകരിക്കൽ ഏറ്റവും നടത്തപ്പെട്ട ആളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാള് വന്ന് വെള്ളിയുടെ കോണിങ്ങിട്ട് ഇറക്കി. എന്നിട്ട് എന്ത് ചെയ്ത്? രണ്ടാള് വന്നു. റസൂലുള്ളാഹി അത് അനുഭവിക്കുന്നുണ്ട്. അതായത് കേവലം എന്തല്ല, സ്വപ്നല്ല കുട്ടിയെ. ഒരാൾ വന്ന് തൊട്ടടുത്തിരുന്നു, ഒരാൾ അപ്പുറത്തിരുന്നു. എന്നിട്ട് കൈ എന്ത് ചെയ്തു? രണ്ട് വാരിയെല്ലാം ഇങ്ങനെ അകത്തിയിട്ട് ഉള്ളിലേക്ക് കയ്യാൻ ഇട്ടു. ഇങ്ങനെ കയ്യാൻ ഇട്ടിട്ട് ഉള്ളിന്റെ ഉള്ളിലേക്ക് കയ്യാണ് ചെന്നപ്പോ ആ കയ്യിന്റെ തണുപ്പ് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? നബി അനുഭവിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുണ്ടണമെന്നുണ്ട്, ഇന്നെന്തോ കാട്ടുന്നോ, ഇന്നെന്തോ ചെയ്യുന്നോ, ജനങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. പക്ഷെ കലാമ് നിരോധിക്കപ്പെട്ടു. വായുത്തല്ല മോനെ, കലാമന്നെ നിരോധിക്കപ്പെട്ടു. അതായത് മിണ്ടാൻ വയ്യ, പറയണമെന്നുണ്ട്, പക്ഷെ എന്തില്ല, സംസാരിക്കാൻ വയ്യ. ആ അവസ്ഥ ഉണ്ട്. കൈയുടെ തണുപ്പ് ഇങ്ങനെ അയാൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ നേരെ ഹൃദയം പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അയാളെ കയ്യിലേക്ക് റസൂലുള്ളാഹിന്റെ കൽബിനെ വെച്ചു. ഇത് വല്ലാത്തൊരു ഹൃദയം തന്നെയാണ് എന്ന് ഇയാൾ മറ്റേയാളോട് പറഞ്ഞു. ഏറ്റവും നല്ല ഹൃദയമാണ് എന്ന് ഒരാൾ മറ്റേയാളോട് പറയാ എന്ന് ചിന്തിക്കണം. അപ്പൊ എന്താ ഇതിന് കാത്തിരിക്കല്ലേ പുണ്യ മുഹമ്മദ് മുസ്തഫ. അവര് പിരിഞ്ഞു പോയതിനു ശേഷം നടന്ന കാര്യങ്ങളെല്ലാം ഖദീജ ബീവിയോട് പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവി മുത്തുനബിയോട് പറഞ്ഞു, അബ്ശിർ, സന്തോഷിച്ചോളി, സന്തോഷിച്ചോളി, സന്തോഷിച്ചോളി. അല്ലാഹു ഖൈറല്ലാതെ ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യുകയില്ല. നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്ന് വേറെ സംഭവമുണ്ട്. ഇനി ജിബ്രീലിനെ പരീക്ഷിക്കുന്നുണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ. ഉറക്കെ പറ, അങ്ങനെയുണ്ട്, അങ്ങനെയും ഉണ്ട്. ജിബ്രീലിനെ പരീക്ഷിക്കുന്നു. ജിബ്രീൽ എന്നാണോ മലക്കന്നെയാണോ? വറക്കന്റെ പെങ്ങളല്ലേ, വിവരണ്ടാവുമല്ലോ. ഭയങ്കര ഭയങ്കര പരിപാടി. ജിബ്രീലിനെ പരീക്ഷിക്കാര് ജിബ്രീലിനെ ആദ്യഘട്ടങ്ങളിൽ എത്തി ജിബ്രീൽ എന്നാണോ എന്ന് അറിയാൻ വേണ്ടി പരീക്ഷിക്കണം. ഒരു സംഭവമുണ്ട്, ആ സംഭവം ഞാൻ പറഞ്ഞു. അത് നബിക്ക് ഉറപ്പിച്ചു കൊടുക്കുക, ധാരനാണ് ജിബ്രീൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ചിന്തിക്കണം. താരീഖിൽ ഇത് കാണാം, അവരുടെ സീറത്തുൻ നബവിയിൽ കാണാം. ചിന്തിക്കുക. حدثني اسماعيل بن ابي حكيم مولى ابي الزبير انه حدث عن خديجه انها قالت لرسول الله صلى الله عليه وسلم, ഹബീബായ നബിയോട് പറയാ, അതസ്തതിഉ അൻ തുഖ്ബറനി ബിസാഹിബിക ഹാദ അല്ലദി യതീക ഇദാ ജാഅക. നിങ്ങൾ അടുത്തേക്ക് വരുന്ന ഈ ആളെ പറ്റി ഒന്ന് വിശദമായി എനിക്കൊന്ന് പറഞ്ഞുതരാൻ കഴിയുമെന്ന് ചോദിച്ചു. ആര്? ഖദീജ ബീവി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വരുന്ന ആദ്യത്തെ ഘട്ടങ്ങളിൽ ആര് വരികയാണ്? പറയാ, ആര് വരിക? സയ്യിദ്നാ ജിബ്രീൽ. നിങ്ങളടുത്തേക്ക് വരുന്ന ഈ ആളെ എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, ആരെ പറഞ്ഞുതരാം. കാലത്ത് അപ്പോൾ ഖദീജ ബീവി പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, കോലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കാലത്ത് പിന്നെ ഖദീജ ബീവി പറഞ്ഞു, ഇദാ ജാഅക ഫഅഖ്ബിർനി ബിഹി, ഇനി ആ ആൾ നിങ്ങളടുത്ത് വരികയാണെങ്കിൽ എന്നോടൊന്ന് പറയണമെന്ന്. അങ്ങനെ ഇനി ഈ പറഞ്ഞ ആള് ഈ ജിബ്രീൽ ഇനി വരികയാണെങ്കിൽ എന്നോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. ആര്?
ഖദീജ റളിയല്ലാഹു അൻഹാ. യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്. ഫജാഅഹു ജിബ്രീൽ. അങ്ങനെ പുണ്യ നബിയുടെ അരികിൽ ജിബ്രീൽ വന്നു അലൈഹിസ്സലാം. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഖദ് ജാഅനി. ആൾ വന്നിട്ടുണ്ടോ? ആരോട്? പറ. ഖദീജ പറഞ്ഞു, പരീക്ഷിക്കുന്ന ആളാണ്. നിങ്ങൾ ആലോചിക്കണം, റസൂലുള്ളാഹ് ആൾ കൊടുക്കുന്ന സ്ഥാനം. വന്നിട്ടുണ്ട് ഖദീജ. ഖാലത്ത്. അപ്പൊ ഖദീജ ബീവി പറഞ്ഞു, ഖും യാ ഇബ്ന അമ്മ ഫജ്ലിസ് അലാ ഫഖ്ദിയൽ അലാ ഫഖ്ദിയൽ യുസ്റാ എന്ന് എന്റെ ഈ ഇടത്തെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വന്നിരിക്കും നബി എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ ഇരുത്തി. ഫഖാമ റസൂലുള്ളാഹി ഫജലസ അലൈഹാ. ഖാലത്ത് ഹൽ തറാ. നമുക്ക് അടുത്ത് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ചേർത്തി. ഹൽ തറാഹു, നിങ്ങൾക്ക് ഇയാളെപ്പോൾ കാണുന്നുണ്ടോ ചോദിച്ചു. ഖാല നഅം, അതേ കാണുന്നുണ്ടോ. ഫതഹബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹബ്ബൽ ഫജ്ലിസ് അലാ ഫഖ്ദിൽ യുംന. എന്റെ വലഭാഗത്ത് വന്നിരിക്കുന്നതാണ്. അങ്ങനെ വലഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി പുറത്തേക്ക് എത്തി. ഹൽ തറാഹു, നിങ്ങൾ കാണുന്നുണ്ടോ ചോദിച്ചു. അതേ കാണുന്നുണ്ടോ. ഇടഭാഗത്തേക്ക് വലഭാഗത്തേക്ക് നീക്കിയിരുത്തി. റസൂൽ ആരടുത്തേക്ക്? ഇടത്തെ തൊടയുടെ മേലിനാണ്. മനസ്സിലായില്ല. വലത്തെ തൊടയുടെ മേലിനാണ്. ഇങ്ങോട്ട് കയറ്റി ഇരുത്തി. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ചോദിച്ചു. അതേ കാണുന്നുണ്ട്. കാണുന്നുണ്ടോ. ഫതഹബ്ബൽ ഫജ്ലിസ് ഫീ ഹിജ്രിന്റെ മടിയിൽ വന്നിരിക്കണം. ഇവിടുന്ന് കയറ്റി എവിടെ ഇരുത്തി? മടിയിലിരിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഇവിടുന്ന് എഴുന്നേറ്റിട്ട് മടിയിലാണ്ടിരുന്നു. അതായത് കാലിന്റെ ഇടയിലാണ്ടിരുന്നു. ആരുടെ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ഫതഹബ്ബല റസൂലുള്ളാഹി ഫജലസ ഫീ ഹിജ്രിഹാ. അവരുടെ മടിത്തട്ടിൽ മടിയിലാണ് വന്നിരുന്നു. ഹൽ തറാ, നിങ്ങൾ ആളെ കാണുന്നുണ്ടോ ചോദിച്ചു. അതേ നഅം കാണുന്നുണ്ട്. ഫതഹസ്വഅൽഖത് ഖിമാറഹാ. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മുഖപടം ഇട്ട ഖദീജ ബീവി നേരെ മുഖപടം പൊള്ളിച്ചു. മനസ്സിലായില്ല. അറബി പെണ്ണുങ്ങൾ ഇടുന്ന മുഖപടം ഉണ്ട്. ആ മുഖപടം എന്തേത്? മുഖപടമാണ് പൊന്തിച്ചിട്ട് ഔറത്ത് കാണാവുന്ന കോലത്തിലാണ്ടിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹാ. വഹുവ ജാലിസുൻ ഫീ ഹിജ്രി. റസൂലുള്ളാഹിന്റെ മടി, ഖദീജയുടെ മടിയിൽ ആരുണ്ട്? റസൂലുള്ളാഹി ഉണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യക്ഷമായ ഭാഗങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നു ഖദീജ. മുഖപടം ഉയർത്തി പെണ്ണുങ്ങളുടെ മുൻഭാഗത്തെ പ്രത്യക്ഷപ്പെടുത്തി. അങ്ങനെ കണ്ടിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹാ. സുമ്മ ഖാലത്ത് ലഹു, പിന്നെ ചോദിച്ചു, ഹൽ തറാഹു, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല ലാ, ആളെ കാണില്ല. ഫഖാലത്ത്, അപ്പൊ പറഞ്ഞു, ഫദാക ജിബ്രീൽ. പെണ്ണുങ്ങൾ കുപ്പായം കൊടുത്ത ഒരാള് കാണില്ലെങ്കിൽ ആളാരെന്നെ? അതാരെന്നെ? അത് മലക്കെന്നെയാണ്. വഇല്ല ശൈത്താൻ. ഞാനിവിടെ കുപ്പായം പൊന്നിച്ചപ്പോഴും അയാൾ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പിക്കുക അയാൾ ആരാണ്? ഭയങ്കര ചിന്താ ബുദ്ധി. പറഞ്ഞത് മനസ്സിലായില്ലേ? ഭയങ്കര സംഭവ. എത്ര സീറയില്ല ചരിത്രം പറയുന്നത്. ഇവിടെ ഇരുത്തി ഇവരിൽ പോണില്ല, ഇവിടെ ഇരുത്തി ഇവരിൽ പോണില്ല, മടിയിലിരുത്തി ഇവരിൽ പോണില്ല. അതിലെന്ത് ചെയ്ത്? വസ്ത്രാണ് പൊക്കി. അപ്പോൾ കാണുന്നുണ്ടോ? മുൻഭാഗത്തെ വസ്ത്രത്തിന്റെ മുൻഭാഗം പൊന്തിച്ചു എന്നാണ്. അപ്പോൾ പിന്നെ അവിടെ ആൽത്തറങ്ങൾ കാണുന്നുണ്ടോ ചോദിച്ചു. അല്ല കാണില്ല. അപ്പോൾ സന്തോഷിച്ചോളി, ഇയാള് മലക്ക് തന്നെയാണ്. ഒരിക്കലും ശൈത്താനല്ല. എന്തുകൊണ്ട്? ഇത് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു താരിഖിൽ പറയുന്നുണ്ട്. അതാണ് വലമ്മാ അതാ ജിബ്രീൽ قمتي بخلعك النقاب فلم يمكث فعل انتهاء بشرى فلما اتى جبريل قمت بخلعك النقاب. ജിബ്രീൽ വന്നപ്പോൾ നിങ്ങൾ മൂടുപടം ഉയർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഫലം യംകുസ്, പിന്നെ അവിടെ ആരും നിന്നില്ല. ജിബ്രീൽ നിന്നില്ല. പെണ്ണുങ്ങൾ വസ്ത്രം പൊന്തിച്ചോടത്ത് നിന്നിട്ടില്ലെങ്കിൽ ഉറപ്പ് ആളാരെന്നെ അലക്കന്നെ. അവിടെ ആണെങ്കിൽ ഉറപ്പിക്ക ആളാരാ? ശൈത്താനാണ് എന്ന് മഹദിയായ ഖദീജ ആരെ പരീക്ഷിച്ച്? ജിബ്രീലിനെ പരീക്ഷിച്ച പെണ്ണാണ്. ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. അവർക്ക് പറ, വലമ്മാ അതാ ജിബ്രീൽ ഖുംതി ബിഖൽഇക നിഖാബ ഫലം യംകുത് ഫഅല ഇന്തിഹാ ബുശ്റാ.
അപ്പോൾ സന്തോഷ വാർത്ത അറിയിച്ചു. അബിഷിർ 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 യാ അബിഷിർ യബ്ന അമ്മി, നിങ്ങളാപ്പാന്റെ മോനെ എന്നാ നബിയെ പറയാ. യബ്ന അമ്മി, നിങ്ങളാപ്പാന്റെ മോനെ. അതായത് കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഖുറൈശി പെണ്ണാണല്ലോ. ആര്? അതിന്റെ ഖുറൈശി പെണ്ണല്ലേ? ഖുറൈശിയത്താണ്. ഞങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഉമ്മു ഹബീബയായ ഖദീജ ബീവി അല്ലാത്ത ഒരു ഖുറൈശി പെണ്ണിനെ മുസ്തഫ നബി കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല ഉമ്മ ഹബീബ. ബാക്കിയൊക്കെ പുറത്തെ പെണ്ണുങ്ങളാണ്. ഖുറൈശി പെണ്ണി എന്നതിൽ കല്യാണം കഴിച്ചത് ആരെയാണ്? അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി പറഞ്ഞത്, ഒട്ടകപ്പുറത്തെഴുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ നിസാഉ ഖുറൈശ്, ഖൈറു നിസാഇൻ റകിബ്നൽ ഇബ്ല നിസാഉ ഖുറൈശ്. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുറൈശി പെണ്ണുങ്ങളാ എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? കുട്ടികളെ പോറ്റാനും അവർക്കറിയും, ഭർത്താവിനെ പരിചരിക്കാനും അവർക്കറിയും. അവർ കുട്ടികളെ പോലെ പെരുമാറും. മനസ്സിലായില്ല? ഒട്ടകപ്പുറത്തേറി യാത്ര ചെയ്യുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ ഖുറൈശി പെണ്ണുങ്ങളാണ്. അവർ കുട്ടികളോടും യോജിക്കും, ഭർത്താവിനോടും യോജിക്കും. അവർ കുട്ടികൾക്ക് വേണ്ട പരിചരണം കുട്ടി എന്ന നിലയിലും നൽകും, ഭർത്താവിന് വേണ്ട പരിചരണം ഭർത്താവ് എന്ന നിലക്കും നൽകാൻ ഏറ്റവും യോഗ്യങ്ങളായ പെണ്ണുങ്ങൾ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ ഖുറൈശി പെണ്ണുങ്ങളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഉമ്മ ഹബീബിനെ കെട്ടിയിട്ടുണ്ട് റസൂൽ. പിന്നീട് അതിൽ ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ത്? അബൂ സുഫിയാനെ അടുപ്പിക്കുക. അബൂ സുഫിയാന്റെ മോളാണ് ആര്? ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ. ഒരുപാട് കാരണം ഉണ്ട് അതിൽ. ഒരു കാരണം അതാണ്, അബൂ സുഫിയാനെ അടുപ്പിക്കുക. അബൂ സുഫിയാനെ അടുക്കുകയും ചെയ്തു റളിയല്ലാഹു. പിന്നെ അദ്ദേഹം മുസ്ലിമായി. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, എളാപ്പാന്റെ മോനെ മുസ്തഫ നബിയെ ഇബ്നു അമ്മി, എളാപ്പാന്റെ കുട്ടിയെ, എളാപ്പാന്റെ കുട്ടിയെ എന്നാണ് ആര് വിളിക്കുക? പറയേ, റസൂലുള്ളാഹിനെ വിളിക്കുക. ഇബ്നു അമ്മി, എളാപ്പാന്റെ മോനെ എന്ന് വിളിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ മുഹമ്മദ് മുസ്തഫ സൗജത്തൻ ഉമ്മൻ എന്ന റിവായത്തുണ്ട്. ഭാര്യയായും നിന്നിട്ടുണ്ട്, ഉമ്മയായി പരിചരിച്ചിട്ടുണ്ട്. ആര്? അതാണ് റസൂലുള്ളാഹിക്ക് മറക്കാൻ കഴിയാത്തത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണം ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട്. യാ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആദ്യം ഇസ്ലാമിൽ വന്നത് ഖദീജയാണ്. ഒരാൾക്ക് ഇസ്ലാം എന്താണെന്നറിയില്ല. അതിന്റെ മുമ്പ് ഇസ്ലാമായ ആൾ ഖദീജ. അവ്വലു മൻ ആമന ബില്ലാഹി വ ബിറസൂലിഹി മുത്ലഖൻ ഖദീജ. ഈ ഭൂമിയിൽ മുത്തുനബിയെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ആൾ ഖദീജ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇബ്നു ഹിശാം പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഒരുപാട് മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇസ്തിആബിൽ കാണാം, ബഹുമാനപ്പെട്ട ഉംദത്തുൽ ഖാരി രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം ഐനി ബദ്റുദ്ദീൻ ഐനി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉംദത്തുൽ ഖാരി രേഖപ്പെടുത്തിയതായി കാണാം. അവിടെ എല്ലാം വിശദമായ ചർച്ചയുണ്ട്. ആമന ബില്ലാഹി വ ബിറസൂലിഹി മുത്ലഖൻ, ആമന ബില്ലാഹി വ ബിറസൂലിഹി മുത്ലഖൻ. മുഖ്തദിൽ വിശ്വസിച്ച ആദ്യത്തെ ആൾ ആരാണ്? ഖദീജ എന്ന്. وأصبحت مهدا للرسالة حاضنا تلقيتها من حين ما نزلت اقرا وأنت التي طمأنت طه بأنه تلقى من الله الرسالة والإقرا. لما أتى جبريل قمت بخلعك النقاب فلم يمكن فعلنتها بشرا. എല്ലാം ചെയ്തത് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. എന്തിന്? വഅവ്വലു മൻ സ്വല്ലാ മഅൻ നബിയിൽ മുസ്തഫ ഖദീജ. മുത്തുനബിയോടുകൂടെ ആദ്യം നിസ്കരിച്ച ആൾ ഖദീജയാണ്. വഅവ്വലു മൻ തവല്ലാ ഫീ ഹാദിഹിൽ ഉമ്മ ബഅദ നബിയിൽ മുസ്തഫ ഖദീജ. യാ അല്ലാഹ്, അതാ ഖദീജ. വർക്കപ്പറ ഈ സമുദായത്തിൽ ആദ്യം നിസ്കരിച്ച ആൾ ഖദീജയാണ്. ആദ്യം മുമ്പ് റിവായത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കഅബാലയത്തിന്റെ അടുത്തേക്ക് വരും റസൂലുള്ളയും ആരും ഖദീജ. മുന്നേ റസൂലുള്ള ഉണ്ടാവും, ചിലപ്പോൾ അലിയാരുണ്ടാവും, ചിലപ്പോൾ റസൂലുള്ള ഉണ്ടാവും. അന്ന് നിസ്കാരം എന്താന്ന് ലോകത്തിന് അറിയില്ല. അക്കാലത്ത് അന്ന് 5 വക്ത് നിസ്കാരം കിട്ടിയിട്ടില്ല. മനസ്സിലായില്ല. രാവിലെയും വൈകുന്നേരമുള്ള നിസ്കാരമാണ്.
5 വഖ്ത് നിസ്കാരത്തിന് മുമ്പ് റസൂലുള്ളാഹിക്ക് 2 വഖ്ത് ഉണ്ടായിരുന്നു, രാവിലെയും വൈകുന്നേരം നിസ്കാരം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ആ നിസ്കാരത്തിന് വേണ്ടി കഅബാലയത്തിന്റെ അടുത്തേക്ക് ഒരു മുത്ത് മുഹമ്മദ് മുസ്തഫ, കൂടെ ആരുണ്ടാവും? ഖുവൈലിദിന്റെ മകളുണ്ടാവും റളിയല്ലാഹു. ഖുവൈലിദിന്റെ മകൾ പറഞ്ഞാൽ ഭയങ്കര ആളല്ലേ, തറവാട്ടുകാരി മൊലാൾച്ചി ഒക്കെ അല്ലേ, എല്ലാം ഒരു ഉരുക്ക് കോട്ട കൂടെ ഉള്ളത് പോലെയാണ് ആരുണ്ടായാലും. അതുകൊണ്ടല്ലേ എന്താ കുട്ടികളെ നിങ്ങൾ ആലോചിക്കാത്തത്? ഖദീജ ബീവി മരിച്ചിട്ടല്ല റസൂൽ തായിഫിലേക്ക് പോയത്? കാരണം എന്ത് ചെയ്ത സംരക്ഷണം അറ്റുപോയി. റസൂലുള്ളാഹിന്റെ സംരക്ഷണം കൊടുത്തത് ആരാ? പറ കുട്ടിയെ, എന്താ വെറുതെ ഇരിക്കണ? ആര്? ഖദീജ. ഖദീജ. ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഇത്ര വലിയൊരു മഹത്വമുള്ള മഹതിയെ പറ്റി ബാലസാഹിത്യം പോലെയുള്ള അല്ലാതെ പുസ്തകം അല്ലാതെ മലയാളത്തില്ല, ചർച്ച പോലും നടന്നു. ആദ്യം മുഅ്മിനായ പെണ്ണ്, അവ്വലു മൻ സല്ലല്ലാ മഅൻ നബിയിൽ മുസ്തഫ, മുസ്തഫ നബിയുടെ ആദ്യം വിശ്വസിച്ച പെണ്ണ്, ആദ്യം വിശ്വസിച്ച ആള്, ആദ്യം നോക്ക് എന്ന് ഇബ്നു ഹിഷാമിനെ ഞാൻ വായിക്കാം. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അലി മക്ക ഫഅതാഹു ജിബ്രീൽ, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ജിബ്രീൽ വരും. യൻദുറു ഇലൈഹി ലിയുരിയഹു കൈഫിയത തുഹൂരി ലിസ്സലാഹ്, നിസ്കരിക്കാൻ വേണ്ടി വുളു ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും മുത്ത് മുഹമ്മദ് മുസ്തഫാക്ക്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ثم تولى الرسول كما راى جبريل يتولى, ജിബ്രീൽ വുളു എടുക്കുന്നത് കണ്ടതുപോലെ ആരും വുളു എടുക്കാൻ തുടങ്ങി. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم أقام به جبريل فصلى به وصلى الرسول بصلاته ثم انصرف جبريل. أراد النبي صلى الله عليه وسلم أن تكون زوجته الحنون أول أهل الأرض تعلما للوضوء والصلاة. ابن هشام പറയാ, ഞാനല്ല. പുണ്യ റസൂലിനെ വുളു പഠിപ്പിച്ചു സയ്യിദ്നാ ജിബ്രീൽ, നിസ്കാരം പഠിപ്പിച്ചു സയ്യിദ്നാ ജിബ്രീൽ. എന്നിട്ട് എന്ത് ചെയ്ത്? റസൂലുള്ളാഹി വുളു എടുത്തു, നിസ്കാരം നടത്തി, അതാദ്യം കാണിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്തു. പിന്നെ റസൂൽ എന്ത് ചെയ്ത്? വീട്ടിലേക്ക് വന്നു. അതാദ്യം ആർക്ക് കാണിച്ചു കൊടുത്തു? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു മുത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, വുളുവും പഠിപ്പിച്ചു കൊടുത്തു ഹബീബ റസൂലുള്ളാഹി. فتولعت كما تولع رسول الله وصلت معه كما صلى رسول الله. റസൂലുള്ളാഹി വുളു എടുത്തതുപോലെ വുളു എടുക്കുകയും റസൂലുള്ളാഹി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുകയും ചെയ്തു ഖദീജ. അതുകൊണ്ടാണ് കവി എന്ത് പറഞ്ഞത്? അവ്വലു മൻ സ്വല്ലൈതി ഖൽഫ മുഹമ്മദി വഗൈറുകി ലം യഅറഫന ളുഹ്റൻ വലാ അസ്റാ. സുബ്ഹാനല്ലാഹ്. وأول من صليت خلف محمد وغيرك لم يعرفنا ظهرا ولا عصرا. وأول من صليت خلف محمد, മുത്തുനബിയുടെ പിന്നാലെ ആദ്യം നിസ്കരിച്ചത് ഖദീജയാണ്. فأول من تولى مع النبي تولت مع النبي مصطفى خديجة. ഹബീബ നബി കഴിഞ്ഞാൽ ആദ്യം വുളു എടുത്തത് ഖദീജയാണ്. അവ്വൽ മൻ സല്ലത്ത് മഅ നബിയിൽ മുസ്തഫ ഖദീജ. ഈ ദുനിയാവിൽ ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ആദ്യം നിസ്കരിച്ച ആൾ ഖദീജയാണ്. ആദ്യം മുഅ്മിനായത് ഖദീജയാണ്. ഹത്ത ഖബല അബീ ബക്കർ. തിങ്കളാഴ്ച പോകത്തി, തിങ്കളാഴ്ച ഖദീജ മുഅ്മിനായി റളിയല്ലാഹു അൻഹാ എന്ന് പറയാത്ത ഒരാളില്ല, എന്ന് പറയാത്ത ഒരു താരീഖില്ല. ചിന്തിക്കണം. എന്തുകൊണ്ട് കാത്തിരിക്കല്ലേ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. وأول من صليت خلف محمد وغيرك لم يعرفنا ظهرا ولا عصرا. നിങ്ങളല്ല ആദ്യം മുത്തുനബിയോടുകൂടെ നിസ്കരിച്ചത് പവതി അങ്ങല്ലേ. വേറുള്ളവർക്കാണ് ളുഹ്ർ എന്താണെന്ന് അറിയൂല, അസ്ർ എന്താണെന്ന് അറിയുകയില്ല. അക്കാലത്ത് നിസ്കരിച്ച ആൾ പവതി അങ്ങല്ലേ എന്ന് കവി. قال له صلى الله عليه وسلم. ابن هشام السيرين وايكان, اي ابن هشام السيرين وايكان كي قال النبي صلى الله عليه وسلم فاتاه النبي صلى الله عليه وسلم. ജിബ്രീൽ നിന്ന് വുളു നിസ്കാരം പഠിച്ചതിന് ശേഷം റസൂലുള്ളാഹി വന്നു ആരടുത്തേക്ക്? ഖദീജയുടെ അടുത്തേക്ക്. സവഅലിമുകി ശൈഅൻ അല്ലമഹു ലി ജിബ്രീൽ. ജിബ്രീൽ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്ന് ഖദീജ ബീവിയോട് ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസറത് സുറൂറൻ അളീമാ വഅസ്റഅത് തഅദ്ദുൽ മാ അല്ലദി യതവല്ലഉ ബിഹി. വുളു എടുക്കാനുള്ള വെള്ളം ഹബീബായ നബിക്ക് എത്തിച്ചു കൊടുത്തു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ.
فتولى رسول الله امامها ليريها كيف يكون طهور للصلاه നോക്ക് فتولى رسول الله صلى الله عليه وسلم امامها ابن هشام النويك മനസ്സിലാവണില്ലേ? ഖദീജ ബീവിയുടെ മുന്നിൽ വുളു എടുത്തു ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. നിസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്ന് മുത്തുനബിയുടെ മുന്നിൽ ഖദീജ ബീവിയുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി അതാദ്യം ചെയ്തു കൊടുത്തു മുത്തു മുഹമ്മദ് മുസ്തഫ. ജിബ്രീൽ ഹബീബ നബിയെ കാണിച്ചതുപോലെ ആരും കാണിച്ച്? മുത്തു മുഹമ്മദ് മുസ്തഫയും കാണിച്ചു. ജിബ്രീൽ വുളു എടുത്തതുപോലെ റസൂലുള്ളാഹി വുളു എടുത്തതുപോലെ ആരും വുളു എടുത്തു? ഖദീജ റളിയല്ലാഹു അൻഹ. ثم صلى പിന്നെ മുത്തു മുഹമ്മദ് മുസ്തഫ നിസ്കരിച്ചു. കമാ صلى به ജിബ്രീൽ നിസ്കരിച്ചത് കാണിച്ചതുപോലെ നിസ്കരിച്ചു ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. فصلت بصلاتي رسول الله ജിബ്രീൽ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചു മുത്തു മുഹമ്മദ് മുസ്തഫ. فصلت بصلاته നബിയുടെ നിസ്കാരം അനുകരിച്ച് ആരും നിസ്കരിച്ച്? ഖദീജ റളിയല്ലാഹു അൻഹാ. ഞാൻ പണ്ടൊരു ഹദീസ് നിങ്ങൾക്ക് വായിച്ചു തന്നിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാ? അബ്ബാസ് റളിയല്ലാഹു അൻഹു വെയിലിങ്ങനെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്ന ഒരു സന്ദർഭത്തിൽ കഅബയിലെ നേരെ ഇങ്ങനെ വെളുത്ത് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ രണ്ടാൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു, കൂടെ ഒരു കുട്ടിയുണ്ട്. പണ്ട് ഒരു യാത്രക്കാരൻ വന്നിട്ട് അബ്ബാസിനോട് ചോദിക്കുന്നുണ്ട്, ഇതാരാണ്? ഇതൊരു വിചിത്രമായ ആരാധനയല്ലേ? അപ്പൊ പറഞ്ഞു, അതിന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. ഒന്ന് അവരുടെ ഭാര്യ ഖുവൈലിദിന്റെ മകൾ ഖദീജയാണ്, മറ്റത് എന്റെ വേറൊരു ഏട്ടന്റെ മകൻ അലിയാണ്. പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ലത്? എത്രയോ സ്ഥലത്ത് ആ താരീഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് വേറെ ആൾക്ക് എന്താ നിസ്കാരം അറിയില്ല. ആ കാലത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ ഖദീജ ബീവിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കവികളും പാട്ടുകാരും പറഞ്ഞതുപോലെ അല്ല. പാട്ടുകാർ പറഞ്ഞ എന്താ? റസൂലുള്ളാഹിയുടെ വിചിത്രമായ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി എന്നാണ്. എന്നാൽ മുത്തു മുഹമ്മദ് മുസ്തഫ അറബി കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഖദീജ ബീവി മോശല്ല, ജമീല അതിസുന്ദരിയായ പെണ്ണാണ്. ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് മക്കയിലെ പ്രമാണികളെല്ലാം വിധവകളായിട്ട് പോലും കല്യാണം അന്വേഷിച്ചിരുന്നു. ആരെ? ഖദീജയെ റളിയല്ലാഹു അൻഹ. പിന്നെ ഒരു തോന്നിയാസത്തിന് ഭയപ്പെടാത്തൊരു പെണ്ണായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പെണ്ണായിരുന്നു. എന്തുകൊണ്ട്? എന്ന് മക്കക്കാർ വിളിച്ചിരുന്ന പെണ്ണാണ് ഖദീജ. ഒരുപാട് ലഖബുകളുണ്ട്, ഒരുപാട് വിശേഷണ നാമങ്ങളുണ്ട് ഖദീജ ബീവിക്ക്. ഒരു വിശേഷണ നാമാണ് എന്ത്? അത്വാഹിറ, പരിശുദ്ധ എന്ന് വിളിക്കപ്പെട്ട പെണ്ണാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവയെല്ലാം നിലയിലും അതിനെല്ലാം ആ നിലകളിലെല്ലാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഖദീജ ബീവിന്റെ മൗലിദ് ഇൻഷാ അല്ലാഹ് കുറച്ചേ ഉള്ളൂ, കുറഞ്ഞ വരി. ഒരുപാട് ആളുകൾ ഖദീജ ബീവിയുടെ മൗലിദ് എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബിൻ അലവി മാലിക്കി മക്ക അൽ ഹസനി അവരുടെ ഒരു അൽ ബുഷ്റ എന്നൊരു മൗലിദ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മൗലിദ് ആരുടെ മൗലിദ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഞങ്ങൾക്ക് ചെറിയൊരു മൗലിദ് ഇന്ന് ഓതിത്തരാം. അത് പിന്നീട് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് എടുത്ത് തരാൻ പറ്റുമെന്ന് നോക്കട്ടെ. പ്രിന്റും എടുത്തു തരാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അത് ക്ലാസ്സിൽ വിതരണം ചെയ്യും. അത് മനോഹരമായി അതിനെ ലാമിനേഷൻ ചെയ്തിട്ട് കൊടുക്കുക. വെറുതെ കടലാസാക്കി കൊടുക്കരുത്. ലാമിനേഷൻ ചെയ്ത് കൊടുത്ത് എല്ലാ വീടുകളിലും ഖദീജ ബീവിന്റെ മൗലിദ് ഓതാൻ കുറച്ചേ ഉള്ളൂ. എന്നിട്ട് ഖദീജ ബീവിക്ക് ഒരു ഫാത്തിഹ ദുആ ചെയ്യുക എല്ലാ രാത്രികളിലും. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് കിട്ടും. എന്തുകൊണ്ട്? ഇന്നി ഉഹിബ്ബുഹാ വ ഉഹിബ്ബു ഹബീബഹാ. ഖദീജയെ എനിക്ക് ഇഷ്ടമാണ്, ഖദീജയെ ഇഷ്ടപ്പെടുന്നവരെയും എനിക്ക് ഇഷ്ടമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. എന്താ പറഞ്ഞേ? ഇന്നി ഉഹിബ്ബുഹാ വ ഉഹിബ്ബു ഹബീബഹാ. എനിക്ക് ഖദീജയെയും ഇഷ്ടമാണ്, ഖദീജയെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നു അവരെയും ഇഷ്ടമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ വാതിൽ തുറക്കന്നെയും. റസൂലുള്ളാഹിന്റെ വാതിൽ നമ്മളിൽ മേൽ തുറക്കും. ഖദീജ ബീവിന്റെ മൗലിദ് എല്ലാ ദിവസവും ഓതി. കുറച്ച് വരിയുള്ളൂ, എല്ലാ ദിവസവും ഓതി. അവരല്ലേ ആളുകള്? പറയുകയാണെങ്കിൽ അവരെ പറ്റി പറയേ. അവരല്ലേ ആളുകള്? അവരില്ലേ എനിക്ക് എന്ത് ദീനാണ്?